എല്ലാവർക്കും പുതിയൊരു ടോപ്പിക്കിലേക്ക് സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ആയി, തൊണ്ടവയ്യ ഇപ്പോഴും ഒക്കെ ആയിട്ടില്ല. അതുകൊണ്ടാണ് കുറേ നാൾ നമ്മൾ വീഡിയോ ഒന്നും ചെയ്യാതിരുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെ ആരും എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തേനല്ലോ, എൻ്റെ മെസ്സേജോ എന്തൊക്കെ ഇട്ടേനെ, എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല, കാണുന്നില്ല. അങ്ങനെയൊന്നും കാണാത്തതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ഫ്രീ ആവുന്ന ഒരു ടൈമിൽ വന്ന് കുറച്ച് ഡിസ്കസ് ചെയ്ത് പറഞ്ഞിട്ട് പോന്ന എൻ്റെ ഒരു സന്തോഷം, അതിനുവേണ്ടി മാത്രം വരുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്ന് തോന്നാറുമില്ല. അപ്പൊ ഇന്ന് എന്തായാലും വന്നെന്താന്ന് വെച്ചാൽ, ഈ ഹെൽത്ത് ഇഷ്യൂസിനിടയ്ക്ക് തന്നെ ഞാൻ പലപ്പോഴും വാർത്തയൊക്കെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് വീഡിയോ ചെയ്യണം എന്ന് തോന്നിയിരുന്നു. പക്ഷെ എനിക്ക് തൊണ്ട ശരിയല്ലാത്തതുകൊണ്ട് വീണ്ടും ഞാനത് ഒഴിവാക്കി. ഇപ്പൊ കുറച്ച് ഓക്കെ ആയി വരുന്നു. അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് നിങ്ങൾ കണ്ടു കാണും. കഴിഞ്ഞ ദിവസം ശിശുക്ഷേമ സമിതിയിലൊക്കെ കുട്ടികളെ എന്താ പറയുന്നത്, ക്രൂരമായിട്ട് ഉപദ്രവിക്കുന്നത്. അതിന് അവിടെ നടന്ന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ പല മാധ്യമങ്ങൾ വഴിയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ അറിഞ്ഞു കാണും. നമ്മൾ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതി ഇപ്പം കുട്ടികളെ കൊണ്ട് ഏൽപ്പിക്കുന്ന അവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കേൾക്കുമ്പം, കാരണം അവിടെ ഈ ഓരോ ജോലിക്കും ഏത് ജോലിയിലും പിൻവാതിൽ നിയമനം എന്നൊക്കെ പറയുന്ന പോലെ നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമായിരിക്കും. നമ്മൾ ഏതെങ്കിലുമൊക്കെ സ്ഥലങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് സ്യൂട്ട് ആവാത്ത കുറച്ച് ആൾക്കാർ അവിടെ ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് രാഷ്ട്രീയത്തിന്റെ പിൻബലത്തോടെ ആവാം. പല ഏറ്റവും അർഹതപ്പെട്ട കൈകളിലായിരിക്കില്ല ആ ജോലി കിട്ടുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇതുപോലെയുള്ള സമിതികളിൽ അല്ലെങ്കിൽ സ്ഥലത്ത് ഇപ്പൊ പല പാർട്ടിക്കാരുടെ ഇൻഫ്ലുവൻസ് കൊണ്ടോ അവർക്ക് ആ വ്യക്തിക്ക് ആ കുട്ടികളെ സ്നേഹിക്കാനോ അവരെ കെയർ ചെയ്യാനോ അവരെ പരിപാലിക്കാനോ ഒട്ടും ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ഒരു സർക്കാർ ജോലി അല്ലെങ്കിൽ അവിടെ ഒരു കിട്ടുന്ന ശമ്പളം, അവിടെയാണ് ജോലി എന്ന് പറയാനുള്ള ഒരു ജോലിക്ക് വേണ്ടി പോകുന്നു. അതിന് കിട്ടുന്ന ശമ്പളം അവരുടെ ഒരു സ്റ്റാറ്റസിന് വേണ്ടി അവർ ആ ജോലിക്ക് പോകുന്നു. അല്ലാതെ അവർക്ക് അവിടെ ഒരു കമ്മിറ്റ്മെന്റോ അവിടെ കുട്ടികളെ സ്നേഹിക്കണമെന്നോ അവരെ കെയർ ചെയ്യണമെന്നൊന്നുമില്ല. ഇല്ലെങ്കിൽ അവർ ചിന്തിക്കുമോ, ബാക്കി എല്ലായിടത്തും ക്യാമറയുണ്ട്, ബാത്റൂമിൽ ക്യാമറ ഇല്ല, അവിടെ കൊണ്ടുപോയി ഉപദ്രവിക്കാം. ഇങ്ങനെയുള്ള സെക്ഷൽ ഹരാസ്മെന്റുകൾ നേരിടുന്ന സ്ഥലങ്ങൾ അത് ഒരാളാണെങ്കിൽ പറയാം, ബാക്കി എല്ലാവരും അങ്ങനെ ഉപദ്രവിക്കുന്നു. ഇങ്ങനെ ചിന്തിക്കാൻ ഇവരുടെ മക്കളെയും ഇതുപോലെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ ഈ പറയുന്ന കുട്ടികൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ കുട്ടികളെ ഓർത്താണ് സഹതാപം. ആ കുട്ടികളെയല്ല, ആ കുട്ടികളെ ജനിപ്പിച്ച അതിന്റെ അച്ഛനും അമ്മയും എപ്പോഴോ അവരുടെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു പോയ കുട്ടികൾ, അനാഥരായി പോയവര്, അവരുടെ ഈ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും ദൈവങ്ങൾക്ക് തുല്യമാണെന്ന് പറയും. ഈ കുട്ടികളെ സ്വന്തം അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട അവരെ ഏറ്റവും സേഫ് എന്ന് തോന്നി കോടതി പോലും സുരക്ഷിതമായി ഏൽപ്പിക്കുന്ന സ്ഥലം, അവിടെ ആ കുട്ടികൾ അനുഭവിക്കുന്ന വേദനകള് അത് ഓർക്കുമ്പം മറ്റൊരു സൈഡ് ചിന്തിക്കുമ്പം അച്ഛനും അമ്മയും ഏറ്റവും കൂടുതൽ കെയർ കൊടുത്ത് സ്വർണ്ണക്കരണ്ടിയും പാലും വെള്ളവും മോരും എല്ലാം കൊടുത്ത് ഭയങ്കര കെയറും ചെയ്ത് വളർത്തുന്ന കുട്ടികൾ കള്ളും കഞ്ചാവും കുടിച്ച് ഒരു വഴി കൂടെ പോകുന്നത് ഒരു സൈഡ്. പക്ഷെ ഇതുപോലെ ഒട്ടും കെയർ കിട്ടാത്ത, ചിലപ്പോൾ ഞാൻ എൻ്റെ മക്കൾക്ക് നല്ല ഫുഡും നല്ല കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞാൻ ഓർക്കും, ഈ പറഞ്ഞ ഈ കുട്ടികൾക്ക് അവർക്ക് പ്രത്യേകിച്ച് സ്നേഹവും ഇല്ല, കെയറിങ്ങും ഇല്ല, ഇതുപോലെയുള്ള പീഡനങ്ങൾ വെക്കുന്നു. ഇവിടെ നമ്മൾ ഒന്ന് അടിക്കാൻ ഒരു ചൂരലെടുത്താൽ പോലും പേടിപ്പിച്ച് നിർത്തുള്ളൂ, അടിക്കത്തില്ല. അപ്പൊ ഇതുപോലെ ഒട്ടും അരക്ഷിതാവസ്ഥയിൽ കഴിയുന്ന ഈ കുട്ടികൾ, അവർക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല, പറയാൻ ആരുമില്ല, എന്ത് ചെയ്യണം? ഇപ്പം എനിക്ക് തോന്നുന്നു ഈ പറഞ്ഞ പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളെയെല്ലാം, ഈ കുട്ടികളെ ഉപദ്രവിച്ചു എന്നും പറഞ്ഞ് പിടിച്ചുകൊണ്ടുപോയ സ്ത്രീകളെയെല്ലാം ചിലപ്പോൾ അവർ കോടതിയിൽ ചെല്ലും. അവർക്ക് ഇതിലും വലിയ കുറ്റം ചെയ്തിട്ട് ജാമ്യം കിട്ടിയിട്ടില്ലേ, ഈ പറഞ്ഞവരെല്ലാം ജാമ്യം എടുത്ത് വീട്ടിൽ വന്നിരിക്കും. കുറേച്ച് നാൾ കഴിയുമ്പം ഇവർക്ക് പകരം ഇതേ ആറ്റിറ്റ്യൂഡുള്ള വേറെ കുറെ പേർ സ്ത്രീകൾ അവിടെ ചെല്ലും. കാരണം ഓരോ നിയമനത്തിനും അതിനൊക്കെ അതാത് കൈകളിലല്ലല്ലോ ഇതൊന്നും ചെല്ലുന്നത്. ആ സ്ഥലത്ത് അർഹരായ ഒരു വ്യക്തിക്കല്ലല്ലോ ആ ജോലി കിട്ടുന്നത്. അതുപോലെ നിർബന്ധിതമായി ചിലപ്പോൾ ആ ജോലിക്ക് പോകുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാതെ മറ്റേതെങ്കിലും ആശ്രിത നിയമനം വഴി പോകുന്നവരാകാം. ആർക്കും ആ ഒരു ജോലിയോട് ഒരു കമ്മിറ്റ്മെന്റ് വേണ്ടി പോകുന്നവർക്ക് മാത്രം ആ ജോലി കൊടുക്കുക. കാരണം ഇങ്ങനെയുള്ള ജോലിക്കെങ്കിലും ഒരു രാഷ്ട്രീയ സമ്മർദ്ദമോ മറ്റു വ്യക്തികളുടെ പിൻബലമോ ഒന്നും ഇല്ലാതെ അർഹതപ്പെട്ട ആൾക്കാർക്ക് ആ ജോലി കൊടുക്കണം. അവരാ കുട്ടികളെ സ്നേഹിക്കും. ഒന്നും അല്ലെങ്കിൽ വേണ്ട, ഈ കുട്ടികളെ എത്രയോ പേര് മക്കളില്ലാതെ വിഷമിക്കുന്നു. മക്കളെ ദത്തെടുക്കാൻ ഒരു 100 ക്രൈറ്റീരിയ വെക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒട്ടും സാമ്പത്തികം ഇല്ലാത്തവർക്ക് മക്കളെ വളർത്തുന്നതാണ് ഏറ്റവും, അവർക്ക് അവരുടെ ചെലവിന് കൊടുക്കാൻ ഉള്ളത്, അല്ലെങ്കിൽ അവർക്ക് ആ കുട്ടികളെ സംരക്ഷിക്കാനുള്ള ഒരു വീടും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൈത്താങ്ങാകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, സർക്കാരിന് കഴിയുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആ കുട്ടികളെ മക്കളില്ലാത്ത എത്രയോ പേർക്ക് കൊടുക്കാം. അവർക്ക് നോക്കാൻ പറ്റില്ലെങ്കിൽ ആ ഒരു ടൈമിൽ അവർ തിരിച്ചേൽപ്പിക്കട്ടെ, അല്ലെങ്കിൽ ആ നോക്കാൻ പറ്റുന്നിടത്തോളം കാലം
അവരാ കുട്ടികളെ നോക്കട്ടെ. അങ്ങനെയുള്ളവർക്ക് ആ കുട്ടികളെ കൊടുക്കാൻ പാടില്ല. ഇല്ലാതെ ഇത്രയും അതിക്രമങ്ങൾ നേരിട്ട് ആ വളർന്നു വരുന്ന കുട്ടികളുടെ മാനസികാവസ്ഥ, ഇങ്ങനെ അരക്ഷിതമായി വളരുന്ന കുട്ടികൾ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കും? എങ്ങനെ അവർ വളർന്നു വരും? അവരുടെ ഭാവി എന്താകും? അവരെ എങ്ങനെ പേടിച്ച് പേടിച്ച് കഴിയുന്ന കുട്ടികള്, എനിക്കറിയില്ല. അവരൊക്കെ വളർന്നു വരുമ്പം ഭാവിയിൽ എന്തായി തീരും ഒന്നും അറിയില്ല. ദൈവത്തിന് വിടുന്നു ഇതൊക്കെ. ഇതിനൊക്കെതിരെ പ്രതികരിക്കാനോ ഒന്നും എനിക്ക് സാധാരണക്കാരെ എന്നെ കൊണ്ടൊന്നും ഒരിക്കലും എന്ത് ചെയ്യണമെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ അതൊക്കെ കേട്ട് എനിക്കറിയില്ല, കണ്ണു നിറയും. ചിലപ്പോൾ പലപ്പോഴും ആ വാർത്തയൊക്കെ കേട്ടപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് സങ്കടമാണ്. അത് കേട്ടിട്ട് ആ വാർത്തയൊക്കെ കേട്ടിട്ട് കണ്ണു നിറഞ്ഞു. പിന്നെ എന്റെ ഒരു ആശ്വാസത്തിനാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ പറയുന്നത്. കാരണം ഇത് കേൾക്കുന്ന കുറച്ചു പേരുടെ മാനസികാവസ്ഥ എന്നെപ്പോലെ തന്നെ ആയിരിക്കും എന്ന് എനിക്കറിയാം. പ്രാർത്ഥിക്കാനല്ലാതെ നമുക്ക് വേറെ ഒന്നും കഴിയില്ലല്ലോ. ഓക്കെ.